हेलो बच्चों, हाय हाय नमस्ते, कैसे हैं आप सब? बहुत बढ़िया। तो आज हम देखने वाला है हमारी जो എസ് എൽ സിയുടെ അഞ്ചാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പരി ലഡ്കി ഹെലൻ കെല്ലറുടെ വാക്കുകളിലൂടെയാണ് ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ചാപ്റ്റർ എല്ലാം മറിച്ച് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹെലൻ കെല്ലറുടെ വാക്കുകളിലൂടെയാണ്. പരി ലഡ്കി എന്ന കഹാനിയിലേക്ക് പോകുന്നതിന് മുമ്പിൽ നമ്മൾ ആ ചാപ്റ്ററിന്റെ എല്ലാം മറിച്ച് യൂണിറ്റിന്റെ മെയിൻ കോർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹെലൻ കെല്ലറുടെ വാക്കുകൾ ഇത്ര മാത്രമാണ് പറയുന്നത്: ആത്മവിശ്വാസം മതി. ആ ഒരു ആത്മവിശ്വാസമാണ് ഇരുണ്ടതായിട്ടുള്ള അന്ധകാരത്തിൽ പോലും വെളിച്ചം പകരാൻ ആത്മവിശ്വാസം മതി. ലൈഫിൽ എപ്പോഴും കോൺഫിഡൻറ്റും അതുപോലെ തന്നെ ആത്മവിശ്വാസം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ലൈഫിൽ സക്സീഡ് ചെയ്യാമെന്ന ഹെലൻ കെല്ലറുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ ആ യൂണിറ്റിലേക്ക് കടക്കുന്നത്. സോ ഒന്നാമത്തെ ചാപ്റ്റർ അല്ല പരി ലഡ്കിയെ വളരെ ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോകാം. റെഡി വെച്ചോ? റെഡി. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ്. സോ സെക്കൻഡ് വേൾഡ് വാർ എന്ന സാധനം നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തോളൂ. രണ്ടാം ലോക മഹായുദ്ധ വേളയിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അതിൽ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാസിസം എന്നൊരു കാര്യം. സോ നാസിസം എന്ന് പറയുന്നത് എപ്പോഴാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അവിടെ നിന്നാണ് നാസിസം. ബെനിറ്റൻ കിസ്കാ ഹെ? മുസോളിനി കാ ജോ ഫാസിസം ഹെ. ഇവിടെ നാസിസം എന്ന് പറയുന്നത് നാസിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലറിനെയാണ്. ഫാസിസം എന്ന് പറയുന്നതാണ് ബെനിറ്റൻ മുസോളിനിയാണ് ഫാസിസവും. നാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറിനെയാണ്. സോ ഈ ഒരു നാസി ക്യാമ്പിൽ പെട്ടതാണ് അല്ലെ? നാസി ക്യാമ്പിൽ പെട്ടപ്പോഴുള്ള അവന്റെ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിൽ ആ നാസി ക്യാമ്പിൽ പെട്ട ഒരു ബാലന്റെയാണ് ഹെർമൻ എന്ന് പറയുന്ന 11 വയസ്സുകാരന്റെ സ്ട്രഗിളിന്റെ കഥയാണ്. പിന്നീട് അവൻ അവിടുന്ന് ഓവർകം ചെയ്തിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അച്ഛേ സമസ്ത ഹെ. വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കാം. റെഡി വെച്ചോ? ക്യാ ഹെ? പരി ലഡ്കി ദൂസരെ വിശ്വയുദ്ധ കെ ദൗരാൻ. പരി ലഡ്കി എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ വിശ്വമഹായുദ്ധത്തിന് ശേഷം എന്താണ്? കി എക് മാർമിക് കഹാനി ഹെ എന്നാണ് പറയുന്നത്. പരി ലഡ്കി എന്ന് പറയുന്നത് എന്താണ്? രണ്ടാം മഹായുദ്ധത്തിന് ശേഷം അതിനോട് അനുബന്ധിച്ചുള്ള ദൗരാൻ എന്ന് പറയുന്നത് ആ ഒരു വേളയിലെ വളരെ മാർമികമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള കഹാനിയാണ്. 11 വർഷീയ ഹർമൻ, 11 വയസ്സുകാരനായുള്ള ഹർമൻ എന്താണ്? ഉസ്കി മാസെ ജബർദസ്തി സെ അലഗ് കർ എക് ഖൈദി ശിവിർ മേ ഭേജ് ദിയാ ജാതാ ഹൈ. 11 വയസ്സ് മാത്രം പ്രായമുള്ള ഹർമനെ എവിടത്തേക്കാണ് അയക്കുന്നത്? അമ്മയിൽ നിന്ന്. ജബർദസ്തീസ എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി അമ്മയിൽ നിന്ന് അകറ്റിയിട്ട് അലഗ് കർക്കെ ഖൈദി ശിവിർ മേ ഭേജ് ദിയാ ജാതാ ഹൈ. പാഠഭാഗം വായിച്ചവർക്കറിയാം. അമ്മയിൽ നിന്ന് 11 വയസ്സുകാരനായിട്ടുള്ള ഹർമൻ എന്ത് ചെയ്തു? അകറ്റി നിർത്തിയിട്ട് ശിവിർ എന്ന് പറയുന്നത് ആ ഒരു ക്യാമ്പിലേക്കാണ്, തടവറയുടെ ആ ഒരു ക്യാമ്പിലേക്ക് അവനെ പറഞ്ഞയക്കുവാണ് എന്നാണ് പറയുന്നത്. ശിവിർ മേ ഉസെ ഭൂഖ് ठंड और कठिन परिश्रम का क्या है सामना करना पड़ता है എന്നാണ് പറയുന്നത്. ആ ഒരു ക്യാമ്പിൽ അവന് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്താണ്? ഒരുപാട് അധ്വാനിക്കേണ്ടതും തണുപ്പും വിശപ്പിന്റെ ഒക്കെ അവസ്ഥയിലേക്ക് അവൻ പോവുകയാണ്. ഏക് രാത് സപ്നെ മേ ഉസ്കി മാ ആക്കർ കത്തി ഹെ. ഒരു രാത്രി സ്വപ്നത്തിൽ അമ്മ വന്ന് പറയുകയാണ്. എന്താണ് അമ്മയുടെ പ്രതീക്ഷ? കാരണം അമ്മ അവനിൽ നിന്ന് അകന്ന് നിൽക്കുവാണ്. അവൻ ഒരുപാട് കുട്ടിക്കാലത്തെ ഓർമ്മകളുണ്ട് അല്ലെ? അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും അതുപോലെ തന്നെ അവൻ്റെ ഒരു പട്ടിക്കുട്ടിയുടെ കൂടെയൊക്കെ ഓർമ്മകൾ അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ മിന്നി മാറി പോവുകയാണ്. അപ്പോൾ സ്റ്റിൽ അവൻ അവരുടെ പ്രതീക്ഷയായിട്ട് എന്താണ്? തൻ്റെ അമ്മയെ ഓർക്കുകയാണ്. അമ്മ സ്വപ്നത്തിൽ വരികയാണ്. ഇത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴും അമ്മയിൽ നിന്ന് മാറി അമ്മ പറയാണല്ലേ, നീ ഒരു ബി എ മാൻ എന്ന രീതിയിൽ അമ്മ പറഞ്ഞു വിടുവാണ് അല്ലെ. ആത്മീ ബന്നേക സമയ ആയാ ഹേ എന്നൊരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. സോ അതുപോലെ എന്താണ് അവനെ പറഞ്ഞു വയ്ക്കുവാണ്, നീ ഇനി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു നിലയിലേക്ക് നീ എത്തിയിട്ടുണ്ട്. സോ അവനിൽ നിന്ന് അമ്മയിൽ നിന്ന് മാറി നിന്നിട്ട് അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്താണ്? അപ്പോൾ അവൻ സ്വയമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാത്രിയിൽ അവന് വിശപ്പ് പട്ടിണിയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. സ്റ്റിൽ അവൻ അതൊക്കെ ഓവർകം ചെയ്യുന്നു. ഒരു രാത്രി എന്താണ്? അവന്റെ സ്വപ്നത്തിൽ അമ്മ വരികയാണ്. എന്നിട്ട് അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. അമ്മ എന്താണ് പറയുന്നത്? ഒരു പരി ഉസേ ബച്ചായക, ഒരു മാലാക, പരി ലഡ്കി. പരി എന്ന് പറഞ്ഞാൽ മാലാകയാണ്. പരി ലഡ്കി എന്ന് പറഞ്ഞാൽ മാലാക പോലൊരു പെൺകുട്ടി വന്ന് നിന്നെ രക്ഷിക്കുമെന്ന് അമ്മയുടെ ഒരു ശുഭാപ്തി പ്രതീക്ഷയുടെ വാക്കുകൾ സ്വപ്നത്തിൽ വരുവാണ്. 2 ദിവസത്തിന് ശേഷം അമ്മയുടെ സ്വപ്നം യാഥാർത്ഥമാകുവാണ്. അമ്മ വന്നിട്ട് സ്വപ്നത്തിൽ പറഞ്ഞ ആ വാക്കുകൾ യാഥാർത്ഥമാകുവാണ്. 2 दिन के बाद, 2 ദിവസത്തിന് ശേഷം എന്നാണ് ഭാഡ് കെ ദൂസരി തറഫ്. ഭാഡ് എന്ന് പറയുന്നത് ആ ഒരു ഫെൻസ് എന്ന രീതിയിലാണ്, ആ ഒരു മുള്ളുവേലിയാണ്. അതിന്റെ ദൂസരി തറഫ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ഉസേ ഏക് ലഡ്കി ദിഖായി ദേത്തി ഹൈ. അവനൊരു പെൺകുട്ടി കാണുവാണ്. ജോ ഉസ്കി മദദ് കർത്തി ഹൈ. അവൾ എന്താണ്? അവനെ സഹായിക്കുവാണ്. ഉസ്കി മദദ് കർത്തി ഹൈ എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവൾ ഇവനെ സഹായിക്കുന്നു. വഹ് ലഡ്കി ഹർ റോസ്. ആ ഒരു പെൺകുട്ടി എന്താണ്? ഡെയിലി അപ്നി ജാൻ ജോക്കിം മേ ഡാൽക്കർ. ജാൻ ജോക്കിം മേ ഡാൽന എന്ന് മത്ലബ് ഹോത്ത ഹൈ ഒരു സാഹസമാണ് അല്ലെ? ഒരു സാഹസമാണ്. സാഹസം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ജീവൻ പണയം വെച്ച് എന്ന രീതിയിലൊക്കെ എടുക്കാം അല്ലെ? ജീവൻ പണയം വെച്ച് എന്നൊരു വേർഡിൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ജീവൻ പണയം വെച്ചുകൊണ്ട്. റെഡി വെച്ചോ? ഓക്കെ. സോ ജീവൻ പണയം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ആ ഒരു സാഹസം അവർ ചെയ്യാണ്. ഉസേ എക് സേബ് ഫെങ്തി ഹെ. സേബ് യു നോ ഡെഫിനറ്റ്ലി ആപ്പിൾ. സേബ് എന്ന് പറയുന്നത് എന്താണ്? ആപ്പിൾ ആണ്. അവന് പ്രതീക്ഷ കൊടുക്കുന്നത് എന്താണ്? ഒരു ആപ്പിൾ ആണ് അവനൊരു ശുഭാപ്തി പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കാര്യം. और ഹർമൻ ഉസേ അപ്പനി പരി ലഡ്കി മാൻതാ ഹെ. ഹർമൻ എന്താണ്? അവന്റെ മാലാക പെൺകുട്ടി എന്നൊരു കാര്യമാണ്. ഹർമൻ എന്താണ്? മാലാക പെൺകുട്ടി എന്ന് ആരാണ്? ഹർമൻ അവളെ കരുതുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവന്റെ മാലാക പെൺകുട്ടിയായിട്ട് അവൻ അവളെ കരുതുകയാണ്. യുദ്ധ സമാപ്ത് ഹോനെ കെ ബാദ്, യുദ്ധം സമാപ്തമായിട്ടിട്ട് സമാപ്ത്
പറഞ്ഞാൽ എൻഡ് എന്നൊരു അർത്ഥമാണ് അല്ലെ, എൻഡ് എന്നൊരു കാര്യമാണ്. ഹർമൻ ആസാദ് ഹോ ജാത്ത ഹെ, ഹർമൻ എന്താണ് പറയുക, ഹർമൻ എന്താവുന്നു, സ്വതന്ത്രനാവുന്നു. യുദ്ധത്തിന് ശേഷം ഹർമൻ സ്വതന്ത്രനാവുന്നു. ലേക്കിൻ അപ്പനെ അതീത് കി ദർദനാക് യാദോं का ഖേദി ബൻകർ രഹ് ജാത്ത ഹെ എന്നാണ് പറയുന്നത്. പക്ഷെ അവൻ എന്താണ്, യുദ്ധത്തിൽ നിന്ന് അവൻ സ്വതന്ത്രം, യുദ്ധം കഴിഞ്ഞതോടുകൂടി എന്താണ്, അവർ തടവറയിൽ നിന്ന് അവൻ സ്വതന്ത്രനായെങ്കിലും പക്ഷേ അവന്റെ പാസ്റ്റ് ആലോചിച്ചുകൊണ്ട് അച്ഛനെ അമ്മ എല്ലാവരും പോയതും സഹോദരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതും അതുപോലെ വിശപ്പും പട്ടിണിയൊക്കെയും പിന്നീട് സഹായിച്ച പരിയിലെടുക്കുകയൊക്കെ ഉണ്ട്. ഇതൊക്കെ അവൻ എന്താണ്, അവനെ അലട്ടുകയാണ്. അവനെ ഖൈദി എന്ന് പറഞ്ഞൊരു കാര്യം, ഫിസിക്കലി അവൻ എന്താണ് ഫ്രീ ആണെങ്കിലും മെന്റലി അവൻ ഫ്രീ ആവുന്നില്ല. അതൊക്കെ അവന്റെ സ്വപ്നങ്ങളായിട്ടൊക്കെ വരുവാണ് അവന്റെ മുന്നിലേക്ക്. ഏക് നയാ ജീവൻ ശുരു കർണേക്ക് ലിയേ അമേരിക്ക ചല, ഇംഗ്ലണ്ടിലേക്കാണ് പിന്നീട് പോയിട്ടെങ്കിൽ അവിടെ നിന്നാണ് നേരെ അമേരിക്കയിലേക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ അവൻ പോവുകയാണ്. ओके, सालों बाद जाता है. सालों बाद एक धावत में उसकी मुलाकात रोमा नाम एक नर्स से होती है. धावत എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ്. ദാവത്ത് എന്ന് പറയുന്നത് പാർട്ടി അല്ലെങ്കിൽ ഒരു വിരുന്ന് എന്ന രീതിയിൽ പറയാം. ദാവത്ത് आप नोट करो, ദാവത്ത് എന്ന് പറഞ്ഞാൽ വിരുന്ന് അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയാം. ദാവത്ത് എന്നർത്ഥം. रेडी बच्चों, दावत का तो फटाफट लिखते हैं, ऐसे जाते हैं तो इरेज करता हूँ, तो समझना भी चाहिए. ദാവത്ത് എന്ന് പറയുന്നത് എന്താണ്, വിരുന്ന് പാർട്ടിനെ പറയാം. ഉസ്കി മുലാഖാത്ത് റോമ നാം കി ഏക് നേഴ്സ് സെ ഹോത്താ ഹൈ, റോമ എന്ന് പേരുള്ള ഒരു നേഴ്സുമായിട്ട് അവൻ കണ്ടുമുട്ടുകയാണ്. സോ കഥ വായിച്ചവർക്ക് അറിയാം, റോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പരിയിലെടുക്കുന്ന ഒരു കാര്യം. സോ എന്താണ്, ക്യാ ഹേ ബാത്തോം ബാത്ത് മേ ഉസേ പതാ ചൽത്താ ഹൈ, സംസാരിച്ചപ്പോൾ അവന് മനസ്സിലാവുകയാണ് കി റോമ ഹി വഹ് പരിയിലെടുക്കി തീ ജോ ഉസേ ഖൈദി ശിവിർ മേ സേവ് ദിയാ കർത്തി തീ. അപ്പോൾ സംസാരിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് ഈ അതേ റോമ തന്നെയാണ് അവൻ എന്താണ് ആ ഒരു ഖൈദി ശിവിർ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പിൽ, ആ ഒരു തടവറയാവുന്ന ആ ഒരു ക്യാമ്പിൽ ഇവന് ഭക്ഷണം കൊടുത്തതല്ല ആപ്പിൾ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഭക്ഷണം തന്നെയാണല്ലേ. സോ ആപ്പിൾ കൊടുത്ത ആ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞത് ആര് തന്നെയാണ്, ഈ ഒരു പരിയിലെടുക്കി തന്നെയാണെന്ന് മനസ്സിലാവാണ്. വർഷങ്ങൾക്ക് ശേഷം ഹർമൻ കോ അപ്നി ജീവൻ രക്ഷക് പരി ഫിർസെ ഫിർസെ മിൽ ജാത്തി ഹെ. മിൽന എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക അല്ലെങ്കിൽ എന്താണ് കണ്ടുമുട്ടുക എന്നർത്ഥത്തിൽ നിങ്ങൾക്ക് എടുക്കാം, കണ്ടുമുട്ടുക. സോ ഓക്കെ, അവന് വീണ്ടും എന്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ്, ഈ ഒരു പരിയിലിരിക്കുക എന്നാണ്, വീണ്ടും എന്താണ് മീറ്റ് ചെയ്യാണ്. സോ ഇനീഷ്യലി കണ്ടുമുട്ടുക എന്ന് പറയുന്നത് എന്താണ്, ഫിർസെ മിൽന, ഫിർസെ വീണ്ടും എന്നർത്ഥത്തിൽ നിങ്ങൾ എടുക്കാം. വീണ്ടും എന്താണ് കണ്ടുമുട്ടുകയാണ്. ഓക്കെ, റെഡി വെച്ചോ, സമझ അപ്പൊ എന്താണ് വർഷങ്ങൾക്ക് ശേഷം എന്താണ് രക്ഷകനായിട്ടുള്ള ആ ഒരു പരിയിലെടുക്കുക എന്താണ്, ഫിർസെ മിൽ ജാത്തി ഹെ, വീണ്ടും കണ്ടുമുട്ടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മനസ്സിലാക്കിയിട്ട് റെഡി വെച്ചോ. फटाफट क्या करना है, इसका जो आपका मलयालम है, ഇതിന്റെ മലയാളം ഞാൻ എപ്പോഴും പറയുന്നതിനോ പോലെ തന്നെ എന്താണ് ഇതിന്റെ മലയാളം मेरे पास अवेलेबल है. परी लड़की सिर्फ आपको लिखना है, परी लड़की इन माय चैट बॉक्स में लिखना है, तो आपको मिलेगा इसका पूरा मलयालम वर्जन. ഇതിന്റെ മലയാളം വേർഷൻ നിങ്ങൾ കംപ്ലീറ്റ് അവൈലബിൾ ആണ്. മാനേജ്മെന്റ് സാർ बोर्ड के जो इनबॉक्स में आप मैसेज डालो, നിങ്ങൾക്ക് ഇതിന്റെ മലയാളം വേർഷൻ അതുപോലെ തന്നെ ഈ രണ്ട് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. तो बच्चों, പരി ലड़की എന്ന് പറഞ്ഞൊരു കഹാനി വെറും ഒരു സ്റ്റോറി മാത്രമല്ല, ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുള്ളുണ്ട്. സോ യുദ്ധത്തിലായാൽ പോലും എന്താണ് ലൈഫിലൊരു പ്രതീക്ഷയില്ലാത്തതും ആത്മവിശ്വാസമില്ലാതൊക്കെ പോയപ്പോൾ എപ്പോഴും ലൈഫിലൊരു ചടി എന്ന് പറയുന്ന പോലെ ഊന്നുവടി പോലെ ഒരുപാട് താങ്ങുകൾ ലൈഫിൽ മുന്നോട്ട് വരുന്നുണ്ട്. സോ അതൊക്കെ പിടിച്ച് എങ്ങനെ ജീവിതമാകുന്ന യാത്രയിൽ മുന്നേറണം എന്നതിൻ്റെ വളരെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു പരിയിലെടുക്കി കഹാനി എന്ന് പറയുന്നതിലൂടെ ആ ഒരു ഹർമൻ എന്ന ക്യാരക്ടർ. അവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വീണ്ടും അവൻ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലിയിലേക്ക് എത്തി ഈ പാസ്റ്റിനെ മറക്കാൻ അമേരിക്കയിൽ പോകുന്ന രീതിയിലൊക്കെ അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവൻ്റെ ഗ്രോത്ത് അവൻ നേടിയെടുത്ത് തന്നെയാണ്. സോ ഇതുപോലെ നിങ്ങളായാൽ പോലും പാസ്റ്റ് ആലോചിച്ച് വിഷമിക്കരുത്. ഫ്യൂച്ചറിലേക്ക് ഇനി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. എന്ത് സ്ട്രഗിളൊക്കെ ഒരുപാടുണ്ടാവാം. ओके, अंटिल यू सक्सेस, नी सक्सेस आना वरे ये स्ट्रगल मात्र क्या है, एक फेरी टेल की तरह एक कहानी ही है. सो आपका जो आवाज को आपकी जो आवाज को सामने लाने के लिए आपको खुद काम करना है, आपको जो खुद मेहनत करना है इस कहानी के दौरान वो साबित है. ഇത് സാബിതാണ് പറയുന്നത് പ്രൂവൺ ആണ്. സോ अच्छे से बड़ो बच्चों, मिलते हैं अगले वीडियो के साथ. तब तक के लिए धन्यवाद. थैंक यू. जय हिंद.